ഉണ്ടാവുക എന്ന് ഉറപ്പാക്കണം എന്ന് സർക്കാർ സർവകലാശാലയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സർവകലാശാലയ്ക്ക് അത് സാമ്പത്തിക പ്രതിസന്ധി എല്ലാം ഉണ്ട്. അക്കാര്യം ധനകാര്യ വകുപ്പിൻ്റെയും മുഖ്യമന്ത്രി എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്താനാണ് ഞങ്ങൾ രാവിലെ ആലോചിച്ചിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് കൂടുതൽ പണം ലഭ്യമാവുന്ന മുറയ്ക്ക് ഫീസിൻ്റെ കാര്യത്തിൽ വീണ്ടും പുനഃപരിശോധന നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുത്ത്, വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം കണക്കിലെടുത്ത് അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് പണത്തിൻ്റെ പേരിലൊരു തടസ്സമുണ്ടാവാൻ പാടില്ല. ആ തരത്തിലുള്ള ഇടപെടൽ സർവകലാശാല നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ഫീസിൻ്റെ വർധനവിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച അവസരത്തിൽ തന്നെ അവരുടെ സ്കോളർഷിപ്പും മറ്റും ആലോചിച്ചിരുന്നു. അക്കാര്യവും ഈ വലിയ കുറവ് ഫീസിൻ്റെ കാര്യത്തിൽ നിശ്ചയിച്ചതിനേക്കാൾ കുറവ് വരുത്തുമ്പോഴും അതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നതും സർവകലാശാല പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീസിൻ്റെ എല്ലാ വർധനവും എല്ലാം പിൻവലിക്കുമ്പോൾ എന്നാൽ പിന്നെ സ്കോളർഷിപ്പ് കൂടി പോകണ്ട, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവരുത്. സഹായിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും ആലോചിക്കണമെന്നാണ് സർവകലാശാലയോട് അവർക്ക് ഉള്ള നിർദ്ദേശമായി കൊടുത്തിരിക്കുന്നതെല്ലാം. അത് നമ്മളിപ്പോൾ ഞാനത് പറയുന്നത് മോശമാണ്. കാരണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുള്ള ചോദിക്കില്ലേ, ഞങ്ങൾ എന്തിനാ വിളിച്ചു കൂട്ടിയും ചോദിക്കൂലേ. അപ്പോൾ ഗണ്യമായ കുറവ് വരുത്താനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വെച്ചിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും മിക്കവാറും നാളെ ഞായറാഴ്ചയാണെങ്കിലും നാളെ യോഗം ചേരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഓൺലൈനായി യോഗം ചേർന്നുകൊണ്ട് ഈ വർധനവ് പിൻവലിക്കണം, ഗണ്യമായ കുറവ് വരുത്തണം എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. നല്ല കുറവുണ്ടാവും, അത്രയും പോകണ്ടായിരുന്നു. നമുക്ക് കഴിയുമെങ്കിൽ നാളെ തന്നെ ഓൺലൈൻ മീറ്റിംഗ് ആണെന്നുള്ളത് കൊണ്ട് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നാളെ തന്നെ വിടും. അല്ലെങ്കിൽ തിങ്കളാഴ്ച അദ്ദേഹം പറഞ്ഞതുപോലെ തിങ്കളാഴ്ച തന്നെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിട്ട് നമുക്ക് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ നേരത്തെ ഒരു ആലോചന ഞാൻ തന്നെ മുൻകൈ എടുത്ത് നടത്തിയിരുന്നതാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് കോടതിയുടെ മുമ്പാകെ പോകുന്ന തരത്തിലേക്ക് ഇപ്പോഴും ഈ പ്രശ്നം കോടതിയുടെ പരിഗണനയിലാണ്. അത് നമുക്ക് നേരത്തെ തന്നെ പരിഹരിക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ തന്നെ യോഗം വിളിച്ചു കൂട്ടിയതാണ്. പരിഹാരം ഉണ്ടാവാതെ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധിയെയും കൂടി കണക്കിലെടുത്ത് അക്കാര്യം കൂടി നോക്കണമെന്ന് സർവകലാശാല, കോടതി വിധിയല്ല കോടതി കേസിനെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്ന കാര്യം ആലോചിക്കാൻ ഇപ്പോൾ തന്നെ സർവകലാശാല അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചില കേസുകൾക്ക് പോകാം, അത് ഓരോരുത്തരുടെയും അവകാശമാണ് കേസിന് പോകണോ വേണ്ടേ എന്നെല്ലാം ഉള്ളതെല്ലാം. പക്ഷെ അതും നമുക്ക് മുമ്പിലൊരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. അത് കണക്കിലെടുത്ത് ബന്ധപ്പെട്ട ആളുകളുമായി ആശയവിനിമയം നടത്തി എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന കാര്യവും സർവകലാശാല ആലോചിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കേസിൻ്റെ കാര്യം പറഞ്ഞും നമുക്ക് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന വിവരവും അറിയിച്ചിട്ടുണ്ട്. അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ലവണ്ണം ഉണ്ട്. നമുക്ക് തന്നെ കാർഷിക സർവകലാശാലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയൊരു കാലയളവാണിതെല്ലാം. നമ്മൾ B+ നമ്മുടെ റാങ്കിങ് നിന്നിരുന്നത്. അതിപ്പം Aയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് നേരത്തെ ഒരു 25-ലൊക്കെയാണ് NIRFൻ്റെ റാങ്കിങ്, പിന്നെ അത് 16, ഇപ്പോൾ അത് 12-ലേക്ക് എത്തി. അപ്പോൾ അതെത്തുമ്പോൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം അവിടെ ഒരുക്കേണ്ടതുണ്ട്. അതെല്ലാം കൂടി ചില പ്രയാസങ്ങൾ സർവകലാശാലയ്ക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അതെല്ലാമാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ, ധനകാര്യ വകുപ്പിൻ്റെയും മറ്റും ശ്രദ്ധയിൽപ്പെടുന്നതിന് മുഖ്യമന്ത്രിയുമായിട്ട് ഇക്കാര്യം ഒന്ന് ചർച്ച ചെയ്യുന്നതിന് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സാമ്പത്തിക സഹായം ലഭ്യമാകുന്ന മുറയ്ക്ക് വേണമെങ്കിൽ വീണ്ടും വിദ്യാർത്ഥികൾക്ക് മറ്റിളവുകൾ നൽകുന്ന കാര്യം സർവകലാശാലയ്ക്ക് പരിശോധിക്കാവുന്നതാണ്, പരിശോധിക്കേണ്ടതുമാണ് എന്ന കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളിൽ ഒരു തുടർ ചർച്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട വകുപ്പുകളുമായും മറ്റും ചർച്ചകൾ നടത്തും. സർവകലാശാലയുടെ പ്രവർത്തനത്തെ മെച്ചപ്പെട്ടതാക്കുന്നതിന് നമുക്ക് കാർഷിക സർവകലാശാല 3ആയിട്ടാണ് വിഭജിക്കപ്പെട്ടത്. കാർഷിക സർവകലാശാലയായും പിന്നീട് നമ്മുടെ ഫിഷറീസ് വെറ്റിനറി യൂണിവേഴ്സിറ്റികളായിട്ടും മാറിയുണ്ട്. അങ്ങനെ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഒരു വലിയ ബാധ്യത കാർഷിക സർവകലാശാലയിൽ തന്നെ നിൽക്കുന്ന തരത്തിലേക്ക് എത്തി. സാമ്പത്തികമായ വലിയ ബാധ്യതയിലേക്ക് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. 1-2 കോടികളുടെ ബാധ്യതയല്ല ഇപ്പോൾ കാർഷിക സർവകലാശാല. അതൊന്നും ഈ ഫീസ് വർധനയുടെ കാര്യമല്ല പറഞ്ഞത്, സാമ്പത്തിക കാര്യം. കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാവുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഫീസ് വർധനവിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് മന്ത്രി P. പ്രസാദ് അറിയിച്ചിരിക്കുന്നു.